ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന, കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്ത് നമ്മളെല്ലാവരും കാത്തിരുന്ന സെറ്റ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. 2025 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞായറാഴ്ച നമ്മുടെ സെറ്റ് പരീക്ഷ കഴിഞ്ഞു അല്ലെ. ഹയർ സെക്കൻഡറി അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടിയാണ് എന്ത്? സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ സെറ്റ് മലയാളം പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ മാരത്തൺ ക്ലാസ് ഒക്കെ ചെയ്തതാണ് അല്ലെ. അപ്പോ സെറ്റ് മലയാളം പരീക്ഷയെ കുറിച്ചിട്ട് പൊതുവായിട്ട് ഒരു അവലോകനം പറയുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. മുൻകാല ചോദ്യപേപ്പറുകളുടെ ധാരാളം ആവർത്തനം, മുൻകാല ചോദ്യങ്ങളുടെ ധാരാളം ആവർത്തനം നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ കീ ചലഞ്ച് ചെയ്യേണ്ട സമയമാണ് ഇത് അല്ലെ. അപ്പൊ സെറ്റ് മലയാളം പരീക്ഷ 2025 ഓഗസ്റ്റ് 24-ന് നടന്ന സെറ്റ് മലയാളം പരീക്ഷയിലെ ചലഞ്ച് ചെയ്യാവുന്ന 100% ഷുവർ ആയിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന 3 ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാലോ. അപ്പൊ ചലഞ്ചിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ് കേട്ടോ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി പ്രകാരമുള്ള 62-ാമത്തെ ചോദ്യം, 19-ാമത്തെ ചോദ്യം, 81-ാമത്തെ ചോദ്യം, ഈ 3 ചോദ്യങ്ങളാണ് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നത്. അപ്പൊ ചലഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രൂഫ് ഹാജരാക്കണമല്ലോ. അപ്പൊ പ്രസ്തുത പ്രൂഫ് അടക്കം ഏതാണ് എന്നുള്ളത് അടക്കമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കടന്നാലോ. സെറ്റ് എക്സാമിന്റെ മലയാളം പേപ്പറിലെ കോഡ് ബിയിലെ 62-ാമത്തെ ചോദ്യം ഒരു കവിതയിലെ വരി തന്നിട്ട് ഇത് ആരുടെ വരിയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കൂ. അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാടി എന്ന് എഴുതിയ കവി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആശാൻ, ഓപ്ഷൻ ബി ഉള്ളൂർ, ഓപ്ഷൻ സി വൈലോപ്പിള്ളി, ഓപ്ഷൻ ഡി വള്ളത്തോൾ. ഏതാണ് മക്കളെ ഉത്തരം? നിലവിലെ സെറ്റ് എക്സാം നടത്തുന്ന അതോറിറ്റി ആയിട്ടുള്ള LBS സെന്ററിന്റെ ടെന്റേറ്റീവ് ആൻസർ കീ പ്രകാരം അവര് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൻസർ കീ പ്രകാരം വൈലോപ്പിള്ളി, ഓപ്ഷൻ സി വൈലോപ്പിള്ളിയാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വൈലോപ്പിള്ളി ആണോ ആൻസർ? അല്ല, വൈലോപ്പിള്ളി, ഓപ്ഷൻ സി വൈലോപ്പിള്ളി എന്നുള്ള ആൻസർ തെറ്റാണ്. അങ്ങനെയാണ് എങ്കിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി വള്ളത്തോൾ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി വള്ളത്തോൾ. അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാടിൽ എന്നുള്ള വരികൾ ആരുടേതാണ്? വള്ളത്തോളിന്റേതാണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൂഫ് ഹാജരാക്കണം അല്ലെ. വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരി 7-ാം ഭാഗത്തിലെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണ് ഏത്? അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാടിൽ എന്നുള്ളത്. പ്രസ്തുത കവിതയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റാറ്റ്സ് നോക്കിയാൽ ഈ വരികൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സമ്പൂർണ്ണ കൃതികൾ എടുക്കുകയാണ് എങ്കിൽ സാഹിത്യമഞ്ജരി 7-ാം ഭാഗത്തിലെ 366-ാമത്തെ പേജിലാണ് ഏത് വരുന്നത്? ഈ കവിതയുടെ വരികൾ വരുന്നത്. ഓപ്ഷൻ ഡി വള്ളത്തോൾ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ. അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലപാടിൽ എന്നുള്ളത് വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണ്. അപ്പൊ നമുക്ക് 100% ചലഞ്ച് ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബിയിലെ 19-ാമത്തെ ചോദ്യമാണ് അടുത്ത ചോദ്യം. ഇതൊരു മാച്ച് ദി ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കലാണ്. നമ്മുടെ സിലബസ് പ്രകാരം പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ചോദ്യമാണിത്. ഓപ്ഷൻ എയിൽ കുറച്ച് തിയറീസും ഓപ്ഷൻ ബിയിലെ ആ തിയറിയുടെ വക്താക്കൾ ആര്, ആ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ ആര് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ. അന്തർജ്ഞാനം, ഉദാത്തത, വസ്തു സംയോജകം, ഗ്രാമീണ ഭാഷ. അപ്പുറത്തെ സൈഡില് മാത്യു അർണോൾഡ്, വേർഡ്സ്വർത്ത്, TS എലിയറ്റ്, ലോങ്ഗിനസ് എന്ന് കൊടുത്തിരിക്കുന്നു. നോക്കൂ. ടെന്റേറ്റീവ് ആൻസർ കീ പ്രകാരം LBS സെന്ററിൽ പ്രസിദ്ധീകരിച്ച ടെന്റേറ്റീവ് ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി A4, B1, C2, D3 എന്നുള്ളതാണ് ശരി. നോക്കിയാ നിങ്ങൾ ഇതിൽ D3 കൊടുത്തിരിക്കുന്നു. ഗ്രാമീണ ഭാഷ എന്നുള്ളത് ആരുടേതാണ്? വേർഡ്സ്വർത്തിന്റേതാണ്. അത് ശരിയാണ്. ഗ്രാമീണ ഭാഷ ആരുടേതാണ്? വേർഡ്സ്വർത്തിന്റേതാണ്. അന്തർജ്ഞാനം ഓപ്ഷൻ എ ആയിട്ട് എടുക്കുന്ന അന്തർജ്ഞാനമാണല്ലേ. അന്തർജ്ഞാനം എന്നുള്ളത് ആൻസർ കീ പ്രകാരം A4 ആരുടേതാണ്? ലോങ്ഗിനസിന്റേതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ലോ. അന്തർജ്ഞാനം എന്നുള്ളത് ആരുടെ തിയറിയാണ്? ബെനഡിക്റ്റോ ക്രോച്ചയുടെ തിയറിയാണ്. ആ പേര് പോലും നമുക്കിവിടെ ഓപ്ഷൻസിൽ ഇല്ല. ദെൻ നോക്കൂ. ബി എന്നുള്ളത് ആൻസർ കീ പ്രകാരം B1 എന്ന് മാത്യു അർണോൾഡിലേക്കാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഉദാത്തത എന്നുള്ളത് മാത്യു അർണോൾഡിന്റേതല്ല, ആരുടേതാണ്? ലോങ്ഗിനസിന്റേതാണ് അല്ലെ. അപ്പൊ A4 എന്നുള്ളതും തെറ്റാണ്, B1 എന്നുള്ളതും തെറ്റാണ്. ശരിക്ക് ക്രോച്ചയാണ് വരേണ്ടത്. ഉദാത്തത എന്നുള്ളത് ലോങ്ഗിനസിന്റെ തിയറി
ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ചോദ്യം നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ? യെസ്, തീർച്ചയായിട്ടും ഈ ചോദ്യം നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് തെറ്റാണ്. ഇനി നെല്ലിക്കൽ മുരളീധരന്റെ പാശ്ചാത്യ സാഹിത്യ ദർശനങ്ങൾ എന്നുള്ള കൃതി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കോഡ് ബിയിലെ 81ാമത്തെ ചോദ്യം. പാരഡൈം ഷിഫ്റ്റ് എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള സങ്കല്പം അവതരിപ്പിച്ചത് ആര്? ഇതും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള സങ്കല്പം അവതരിപ്പിച്ചത് ഓപ്ഷൻ എ ദറിത എന്നുള്ളതാണ്. LBS സെന്ററിന്റെ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ. ഓപ്ഷൻ എ ദറിത എന്നുള്ളതാണ് LBS സെന്ററിന്റെ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ. നോക്കൂ, ഓപ്ഷൻ ഡി പറഞ്ഞിട്ട് തോമസ് മൂർ എന്നുള്ള ഒരു പേര് കിടക്കുന്നുണ്ട് അല്ലെ? അപ്പോ ദറിത തെറ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓപ്ഷൻ എ ദറിത എന്നുള്ള ആൻസർ തെറ്റാണ്. എന്തുകൊണ്ട്? ദി സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെസൊല്യൂഷൻ 1962 എഴുതിയ ദി സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെസൊല്യൂഷൻ എന്ന പുസ്തകത്തിലാണ് തോമസ് കൂൾ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. IPLSന്റെ കോഴ്സ് എടുത്തവർക്ക് മനസ്സിലാകും നമ്മൾ ഇതെന്താണ് ടെസ്റ്റിൽ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുകയും ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദി സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റെസൊല്യൂഷൻ എന്നുള്ള കൃതിയിലാണ് പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള പദം തോമസ് കൂൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരേണ്ടത്? തോമസ് കൂൾ എന്നാണ് വരേണ്ടത്. തോമസ് മൂർ എന്നാണ് ഡി ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ആ ഓപ്ഷനിൽ എന്തുണ്ട്? അക്ഷരത്തെറ്റുണ്ട്. അപ്പൊ ഈ ചോദ്യവും 100% ഷുവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ചലഞ്ച് ചെയ്യാവുന്നതാണ്. സെറ്റ് മലയാളം പേപ്പറുമായി ബന്ധപ്പെട്ടിട്ട് ചലഞ്ച് ചെയ്യാവുന്ന 3 ചോദ്യങ്ങളും ചലഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന പ്രൂഫുകളുമാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.